ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് യൂണിയന്റെ 50ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കുടുംബി സേവാ സംഘം കൊച്ചി താലൂക്ക് യൂണിയന്റെ 50ാം വാർഷിക സമ്മേളനം ഒക്ടോബർ 19-ാം തീയതി ഞായറാഴ്ച KSS 31-ാം ശാഖ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ പൊതുസമൂഹത്തിലുള്ള അഡ്വക്കേറ്റുമാരായി കഴിഞ്ഞാലും ഒരു 60 വർഷക്കാലമൊക്കെ ദീർഘമായി കരിയർ ഉണ്ടാക്കുക, ഔദ്യോഗിക ജീവിതം നിയന്ത്രിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അതിനിടയിൽ അദ്ദേഹം സംഘടനാപരമായും കുടുംബ സേവാ സംഘം എന്ന സംഘടനയ്ക്ക് വേണ്ടിയും കുടുംബ സമുദായത്തിന് വേണ്ടിയും പൊതുപ്രവർത്തനത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും സാമുദായിക ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി 60 വർഷം തികച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യവും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ട ഒരു വലിയൊരു സന്ദർഭമാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ വരുന്നത് എന്നുകൂടി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. തീർച്ചയായും അദ്ദേഹത്തിന്റെ 60 വർഷ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. 1962-ൽ കുടുംബ സേവാ സംഘം എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് 10-60 വർഷമേ കഴിഞ്ഞു. അപ്പോൾ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ അവരൊക്കെ എഴുതി വെച്ച സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എവിടെയെല്ലാം നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ തരത്തിൽ പരിശോധനകൾ നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. നിയമാവലി നമ്മളെല്ലാവരും ഒക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിച്ചിട്ടുണ്ടോ എല്ലാവരും ഒക്കെ? നിയമാവലിയിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം കൊച്ചി നിയോജക മണ്ഡലം MLA KJ മാക്സി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് KSS താലൂക്ക് യൂണിയൻ A ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KSS താലൂക്ക് യൂണിയൻ VS ദിലീപ് സ്വാഗതം പറഞ്ഞു. BJP എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയ പ്രശാന്ത് മുഖ്യ അതിഥിയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുമ്പോൾ അതിനുള്ള ഫണ്ട് പോലും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം അത്തരം ജനവിഭാഗങ്ങൾ അവരുടെ മുമ്പിൽ വരാറില്ല. കൊച്ചി നഗരസഭയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ എപ്പോഴും തലവേദനയുള്ള കാര്യം SC/ST ഫണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ഒരു ഫണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ എത്ര തുകയാണോ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് ആ തുക അടുത്ത വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നമുക്ക് വെട്ടിക്കുറക്കേണ്ടി വരും. അപ്പൊ ഓരോ വർഷം പോകും തോറും ആ സമ്പന്ന വിഭാഗത്തിന് നൽകേണ്ടതായ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ എന്റെ അറിവിലാണെന്നുണ്ടെങ്കിൽ കുടുംബ സേവാ സംഘത്തിന്റെ ഏകദേശം ഹിയറിംഗ് കഴിഞ്ഞു അല്ലെ? നാഷണൽ വൈസുള്ള ഒരു ഹിയറിംഗ് കഴിഞ്ഞു അല്ലെ? അത് 2 മാസം ഒരു 3 മാസമായി ഹിയറിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന നിങ്ങളുടെ എന്താ പറയാ അപേക്ഷ അത് കേന്ദ്ര മന്ത്രിസഭ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. 3 മാസം മുമ്പ് നിങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു ഹിയറിംഗ് അത് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് KSS സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി VS ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊച്ചി താലൂക്ക് യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി MN രവികുമാർ, KMSS കൊച്ചി താലൂക്ക് പ്രസിഡന്റ് രാജേശ്വരി, ദിനേശൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. KSS താലൂക്ക് യൂണിയൻ ഖജാൻജി വിജയകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.